Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തി ബ്രേക്കപ്പിന് ശേഷം മൂവ് ഓൺ ആയി എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക, അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സയൻസ് ഉണ്ട്. പലപ്പോഴും ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ വെറുതെ സ്പോയിലാക്കി കളയുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ലൈഫിനെ കുറെ കൂടി ബെറ്റർ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം അവിടെ ആ ഒരു ഹോപ്പ് ഇല്ല, ആ വ്യക്തി തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അതിനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നത്. സോ ആ വ്യക്തി ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ എന്നുള്ളത് കൃത്യമായി പറയുകയാണെങ്കിൽ അതിനുള്ള ഗൈഡൻസ് നമ്മുടെ ടീം നിങ്ങൾക്ക് നൽകുന്നതാണ്. എനിവേസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് സൈൻ, ആ വ്യക്തി തന്നെ നിങ്ങളോട് ഡയറക്റ്റ് ബൈ വേർഡ്സ് പറയുകയാണ് യു ഹാവ് ടു മൂവ് ഓൺ. നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം എന്നുള്ളത് നിങ്ങളോട് ഡയറക്റ്റ് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി ഓൾറെഡി മൂവ് ഓൺ ആയിട്ടുണ്ട്. ആ വ്യക്തി ആ റിലേഷൻഷിപ്പിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഓർമ്മകളിൽ നിന്നും അവർ ഓൾറെഡി മൂവ് ഓൺ ആയി എന്നുള്ളതിന്റെ ഒരു സൈനാണ്. സോ നിങ്ങളോട് ഡയറക്റ്റ് ബൈ വേർഡ്സ് പറയുകയാണ് റിലേഷൻഷിപ്പിൽ നിന്നും അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യൂ, ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്നുള്ളത് ഡയറക്റ്റ് ആയി പറയുന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ സൈൻ, അവർ മൂവ് ഓൺ ആയി എന്നുള്ളതിന്റെ. രണ്ട്, അവർ ഓൾറെഡി മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് കമ്മിറ്റഡ് ആയി അല്ലെങ്കിൽ എൻറ്റേർഡ് ആയി എന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള മറ്റൊരു സൈൻ, ഇനി ആ വ്യക്തി തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നതിന്റെ. മൂന്ന്, അവർ നിങ്ങളെല്ലാ സോഷ്യൽ മീഡിയകളിലും അല്ലെങ്കിൽ അവരിലേക്കുള്ള ആക്സസ് കംപ്ലീറ്റ് ആയി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് മൂന്നാമത്തെ ഒരു സൈന്. കാരണം നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങളുടെ അപ്ഡേഷൻസ് അറിയാനോ അല്ലെങ്കിൽ അവരെങ്ങനെ ഇരിക്കുന്നു അവരുടെ അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനോ അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിലാണ് പലപ്പോഴും എല്ലാ സോഷ്യൽ മീഡിയകളിലും അല്ലെങ്കിൽ അവരിലേക്കുള്ള ഒരു ആക്സസ് കംപ്ലീറ്റ് ആയി അവർ ബ്ലോക്ക് ചെയ്യുന്നത്. ഇത്തരത്തിൽ അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളിലും നിങ്ങൾക്ക് ബ്ലോക്ക് ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ, അവർ ഓൾറെഡി ആ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ആയി എന്നുള്ളതിന്റെ. നാല്, ആ വ്യക്തിയോട് വീണ്ടും സംസാരിക്കാനോ അല്ലെങ്കിൽ അവരെ കാണാനോ ഇടയാവുന്ന സമയത്ത് നിങ്ങൾക്ക് അവർ മറ്റൊരു പേഴ്സൺ ആയിട്ട് ഒരു ഡിഫറെന്റ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ അറിയാവുന്ന ഒരു വ്യക്തിയോടല്ല നിങ്ങൾ സംസാരിക്കുന്നത്, ആളാകെ മാറിപ്പോയി മറ്റൊരു പേഴ്സണോട് സംസാരിക്കുന്ന ഒരു പ്രതീതിയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും അനുഭവപ്പെട്ടത് എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ, ആ വ്യക്തി ഓൾറെഡി മെന്റലി മൂവ് ഓൺ ആയിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാ രീതിയിലും അവരുടെ ആ ഒരു തോട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ. ഈ നാല് സൈനും നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയിൽ ആഫ്റ്റർ ബ്രേക്കപ്പ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തി ആ റിലേഷൻഷിപ്പിൽ നിന്നും കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയിട്ടുണ്ട് എന്നുള്ളത്. പിന്നീട് ചില കേസുകളിലൊക്കെ ഇങ്ങനെ മൂവ് ഓൺ ആയി കഴിഞ്ഞാലും പാച്ചപ്പായ ഒരുപാട് കേസുകളുണ്ട്. ഒരു പക്ഷെ ബ്രേക്കപ്പിന് ശേഷം മൂവ് ഓൺ ആകുന്നതിന് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിലെങ്കിലും അത് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ റിലേഷൻഷിപ്പ് തന്നെയാണ് ബെറ്റർ, അല്ലെങ്കിൽ എനിക്ക് ആ റിലേഷൻഷിപ്പാണ് വേണ്ടത്, അല്ലെങ്കിൽ അവരോട് അത്രയും സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതൊക്കെ പിന്നീട് ചില കേസുകളിലൊക്കെ തിരിച്ചറിയാറുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ റിട്ടേൺ വന്നിട്ടുമുണ്ട്, വരാറുമുണ്ട്. എനിവേസ് ഈ പറഞ്ഞ നാല് സയൻസും നിങ്ങൾക്ക് ആഫ്റ്റർ ബ്രേക്കപ്പ് മൂവ് ഓൺ ആയി എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഈ നാല് കാര്യങ്ങളും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തി ഓൾറെഡി മൂവ് ഓൺ ആവാൻ തയ്യാറെടുത്തു അല്ലെങ്കിൽ മൂവ് ഓൺ ആയി എന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.